ഹലോ ഹായ് ചേച്ചി. ഹായ്. ഞങ്ങളെ മുടി കട്ട് ചെയ്യാൻ വേണ്ടിട്ടേ ഇവിടേക്ക് നമ്മൾ ഫസ്റ്റാ വരണത്. ഞങ്ങൾക്ക് ഡൊണേഷൻ കൂടിയും ചെയ്യണം. മുടി ഡൊണേഷൻ ചെയ്യാനോ? കുട്ടിയുടെ മുടി ഡൊണേഷൻ ചെയ്യാനോ? കുട്ടിക്ക് ഇഷ്ടമാണോ അപ്പൊ വേറെ ആൾക്ക് ഡൊണേഷൻ ചെയ്യാൻ വേണ്ടിട്ട്? അമ്മയുടെ ഫോഴ്സ് ഒന്നും അല്ലല്ലോ. അല്ല, മോൾക്ക് അപ്പൊ എത്ര കാലമായി ഇപ്പൊ ഇങ്ങനെ ഒരു ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു കാരണം വെച്ചാൽ ഇത്രയും ചെറിയ കുട്ടിക്ക് മുടി പോവാനൊന്നും താല്പര്യമില്ല. അപ്പോ എങ്ങനെ തോന്നി ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യണമെന്ന്? അത് അച്ഛന്റെ ഒരു ഫ്രണ്ടിന്റെ മോള് ഇങ്ങനെ മുറിച്ചു. അത് കണ്ടപ്പോ മുറിക്കണം എന്ന് തോന്നിയപ്പോ അങ്ങനെ. അപ്പൊ എവിടെ കൊടുക്കാനാ മുടി? നമ്മുടെ മെഡിക്കൽ കോളേജ് ഇപ്പൊ അടുത്താണല്ലോ, അവിടെ കൊടുക്കണം. അല്ലെങ്കിൽ അമലയില് എന്റെ അനിയത്തി വർക്ക് ചെയ്യുന്ന നേഴ്സായിട്ട്, അപ്പൊ അവളുടെ അടുത്ത് സംസാരിച്ചിട്ട് അവിടെ കൊടുക്കണം. സൗകര്യം പോലെ എങ്ങനെയാ ചെയ്യണം. ഇവിടേക്ക് വരാറുണ്ടോ മുടി കട്ട് ചെയ്യാനൊക്കെ? ഇപ്പൊ ഇവിടെ കുറെ പേര് ആൾക്കാർ വന്നിട്ട് ഡൊണേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ഡൊണേറ്റ് ചെയ്യുമ്പോൾ 12 ഇഞ്ച് 16 ഇഞ്ച്, അപ്പൊ അതിനനുസരിച്ച് ബാക്ക് നോക്കട്ടെ മോളെ എത്ര മുടി ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഒരു 12 ഇഞ്ചൊക്കെ കട്ട് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല ചേച്ചി, ഇനി സൗകര്യം പോലെ ഇത് നമുക്ക് കൂടുതൽ കിട്ടൂച്ച അങ്ങനെ എടുത്തോളൂ. 16 കിട്ടൂച്ച എടുത്തോളൂ, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ക്ലാസ്സിൽ ആരെങ്കിലും ഇതേപോലെ മുടി കൊടുത്തിട്ടുണ്ടോ, ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ക്ലാസ്സിൽ അങ്ങനെ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അടുത്താണോ തോന്നിയത് ഇങ്ങനെ ഡൊണേറ്റ് ചെയ്യണമെന്ന് മുടി? ഞാനിപ്പോ 4-5 മാസം ഉണ്ടാവും ഇപ്പൊ തോന്നിയിട്ട്. അമ്മയച്ഛനും ഫോഴ്സ് ചെയ്തതാണോ? അല്ല, മോളുടെ ഇഷ്ടത്തിന് അല്ലേ? നമുക്ക് ഉള്ളത് കൊണ്ട് പങ്കുവെച്ചിട്ട് എന്ന് പറഞ്ഞ ഒരു മെന്റാലിറ്റിയാണ് ഇപ്പൊ ഈ ചെയ്യണത്. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാർ വിഷമിക്കാറുണ്ട്. അപ്പൊ അതിനൊക്കെ അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു മുടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ മോള് ചെയ്യണ കാര്യം ഭയങ്കര ഒരു നല്ല കാര്യം. അറിയോ മോൾക്ക് അതിനെ പറ്റിട്ട്? ഞാൻ പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞോ അത് നല്ലൊരു കാര്യമാണ്? നല്ല കാര്യന്നൊക്കെ ആൾക്കാർ പറഞ്ഞു, കൂടുതലൊന്നും അറിയില്ല. യെസ്, ഭയങ്കര ഒരു നല്ല കാര്യമാണ് ഇപ്പൊ മോള് ചെയ്യണത്. പിന്നെ അതുമല്ല, ഡൊണേറ്റ് ചെയ്യണ മുടി കട്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെന്റ് മേടിക്കാറില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഇത്രയും ഒരു മുടി മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട് വെച്ചാൽ ഞാനും അതേമാതിരി അത്രയെങ്കിലും ഒരു സർവീസ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ആരെയും അങ്ങനെ ഡൊണേറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് പേയ്മെന്റ് മേടിക്കാറില്ല. അപ്പോൾ ആക്ച്വലി 12-16 ഇഞ്ചൊക്കെയാണ് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് ഇത്ര കൊടുക്കാം കേട്ടോ. ഇവിടുന്ന് ഇതാട്ടോ മോളെ, ഇത്ര കട്ട് ചെയ്യും. എല്ലാവരും ഇതുപോലെ മുടി ഡൊണേറ്റ് ചെയ്യുക. മുടി ഉള്ള ആൾക്കാരൊക്കെ ഇതുപോലെ ഒരു ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്രയും മുടിയാണ് ഈ കുട്ടി തന്നത്. ഇത്രയും ചെറുപ്പത്തിൽ ഇത്ര ഒരു മുടി ഡൊണേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒരു മാതൃകയാണ്. എല്ലാവരും ഇതുപോലെ നമുക്ക് പറ്റണത് കൊണ്ട് ഉള്ളത് കൊണ്ട് ഒരാൾക്ക് ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുക വെച്ചാൽ ഈ ലോകത്തിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ ഇത്ര ചെറിയൊരു കുട്ടി ഇത്രയും ഇതിന് ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു നല്ലൊരു കാര്യമാണ്. ഈ കുട്ടി എത്രയിൽ പഠിക്കുന്നു? 7ൽ പഠിക്കുന്ന കുട്ടി. ഒരു മുടിയില്ലാത്ത ആൾക്കാർക്ക് നമുക്ക് ഒരു അസുഖം വന്നിട്ട് മുടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഈ കുട്ടി ചെയ്യണ ഒരു എത്രയോ വലിയൊരു ദാനമാണ് ഇപ്പോൾ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും നമുക്ക് മുടി അധികം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടിയില്ല ഉള്ളത് കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ടാവണം. എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുടി കട്ട് ചെയ്യാൻ പേയ്മെൻറ്റ് എടുക്കണില്ല, അതേമാതിരി നമുക്ക് മറ്റുള്ളവർക്ക് മുടിയില്ലാത്ത ദുഃഖിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ എല്ലാവരും മുന്നിലേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ പേര് ഷിക, എൻ്റെ വീട് ആമക്കോടാണ്. ഞാൻ തിരൂര് 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. വീട്ടിലത്തെ ആരുടെയും ഫോഴ്സ് കൊണ്ടല്ലല്ലോ പറഞ്ഞത്, അച്ഛനും അമ്മയൊന്നും പറഞ്ഞിട്ടല്ലല്ലോ, സ്വന്തമായിട്ട് തോന്നിയിട്ടാണ് അപ്പൊ ഈ ഒരു ദാനം ചെയ്യണത് അല്ലേ? വെരി ഗ്രേറ്റ്, വെരി ഗ്രേറ്റ്. അതേപോലെ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റണത് എല്ലാവരും ചെയ്യാം. ഇതുപോലെ മുടിയില്ലാണ്ട് കുറെ പേരൊക്കെ ദുഃഖിച്ചിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഇങ്ങനെ മുടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതൊരു സന്തോഷമാണ്. അതോടുകൂടിയിട്ട് നമുക്കൊരു സന്തോഷമാണ്. ഈ ചാനലിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.